ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അജ്രക് യോക്ക് പാറ്റേൺ എ ലൈൻ മോഡൽ കുർത്തീൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിൻ്റെ ബോട്ടം സൈഡിലായിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് പ്രിൻ്റുള്ള ഒരു മെറ്റീരിയലും മെറൂൺ കളറുള്ള ഒരു മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. മെറൂൺ കളറ് നമുക്ക് യോക്കിൽ വെക്കാനായിട്ടാണ്, ബോഡി ഫുള്ളായിട്ട് ബ്ലാക്കും. അപ്പോൾ അളവ് എങ്ങനെയാണെന്ന് നോക്കാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7, ഷോൾഡർ ലെങ്ത്ത് 7 എടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ 10.5 എടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ അവിടെ, അതായത് വേസ്റ്റിൻ്റെ അവിടെ 8.5 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഹിപ്പിൻ്റെ അവിടെ 21 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് താഴെ ഭാഗത്ത് നമ്മൾ, അതായത് അതിൻ്റെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഫ്ലീറ്റ് കൂടാണ്ട് 36 ഇഞ്ചാണ്. 36 ഇഞ്ച് പ്ലസ് 7 ഇഞ്ച് നമുക്ക് ഫ്ലീറ്റിനായിട്ടും എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് എ ലൈൻ മോഡലിൽ നമ്മൾ വരച്ച് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിന് ലൈനിങ് വെക്കാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലത്തെ അജറക്കിൻ്റെ സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ളത് വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് റെഡ് കളർ, അതിൻ്റെ ഒരു പീസാണ് ഞാൻ അതിൻ്റെ യോക്കിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 8.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ 8 താഴേക്ക് നമുക്ക് ഒരു 3 ഇഞ്ചിൽ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ബോട്ടം 5.5 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ടോപ്പിൻ്റെ, അതായത് 36 ഇഞ്ചല്ലേ നമ്മൾ ടോട്ടൽ ലെങ്ത് അല്ല, ടോപ്പിൻ്റെ ഫ്ലീറ്റ് കൂടാണ്ട് 36 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലീറ്റിനായിട്ട് 7 ഇഞ്ച് വീതിയും പിന്നെ നീളം ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് എത്ര വരുന്നത് അതിൻ്റെ ഡബിളായിട്ടാണ് എടുക്കേണ്ടത്. ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഡബിളായിട്ട് എടുക്കണമല്ലോ. അപ്പം വീതി 7 ഇഞ്ച് അങ്ങനെ എടുത്തു കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം ഫ്ലീറ്റിൻ്റെ ഭാഗം. നമുക്ക് യോക്കിൽ വെക്കാനുള്ള പീസാണിത്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് മുകളിൽ 5 ഇഞ്ചും, അതായത് അതിൻ്റെ യോക്കിൽ വെക്കാനുള്ള ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 15.5, പിന്നെ 5 ഇഞ്ചും വീതിയും താഴെയും മുകളിലുമായിട്ട് 5 ഇഞ്ച് വീതിയിലെടുക്കാം. എന്നിട്ട് അത് നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്യില്ലേ, അതുപോലെ യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിന് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് യോക്കിൽ വെക്കാനുള്ള ആ ഭാഗത്ത് ചുറ്റുമായിട്ട് ഇതുപോലത്തെ ബ്ലാക്ക് പോട്ട്ലി ബട്ടൺ പോലെയുള്ള ഒരു ലേസാണ് കേട്ടോ ഇത്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ടോപ്പിലേക്ക്, മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. 3 ഇഞ്ച് വിഡ്ത്തും, ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ആയതുകൊണ്ട് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അങ്ങനെ അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും, വി ഷേപ്പോ സ്ക്വയറോ ഏത് വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് മെയിൻ ക്ലോത്തിൽ വെക്കുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്ത് വേണം ഇതിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലായിട്ടൊരു ചെറിയ കട്ട് കൊടുക്കണം. എന്നിട്ട് ആ കട്ടിൽ നിന്ന് 3 ഇഞ്ച് ഇപ്പുറത്തേക്കും 3 ഇഞ്ച് അപ്പുറത്തേക്കും മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയൊരു കട്ടിങ് കൂടി കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം.
ഈ ലേസ് കൂടാതെ നിങ്ങൾക്ക് പൈപ്പിങ്ങും വെച്ച് കൊടുക്കാം കേട്ടോ. പൈപ്പിംഗ് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ബാക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ആയിട്ടൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയും 5.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത് അതിൻ്റെ. അത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും പിൻ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയൊരു കട്ടിങ്ങും കൂടി കൊടുക്കാം. എന്നിട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ കൈത്തുന്നി തുന്നി കൊടുത്താൽ മതിയാവും. ഇനി മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത്, അതായത് 2 ക്ലോത്തിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവിനായിട്ട് ഇതേപോലെ തന്നെ മെറൂൺ കളർ 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് താഴെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ സ്ലീവ് വെക്കുന്ന കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഫ്ലീറ്റും താഴെ ഭാഗത്ത് ഫ്ലീറ്റും വെച്ച് കൊടുത്താൽ ടോപ്പ് റെഡിയായി. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.